Dear student, good morning. Today we are discussing about the essential elements of valid contract. The seventh point. Sixth point already discussed. The seventh point, not declared to be void or illegal. The agreement must not have been expressly declared to be void. Under Indian Contract Act, there are 5 categories of agreement which are expressly declared to be void. 5 തരത്തിലുള്ള എഗ്രിമെൻറ്റുകൾ വോയിഡാണ്, ഇല്ലീഗലാണ്, നിയമസാധ്യതയില്ലാത്തതാണ്. സെക്ഷൻ 24-30 അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ, എഗ്രിമെൻറ്റ് ഇൻ റെസ്ട്രെയിൻറ്റ് ടു മാരേജ്. സെക്ഷൻ 26 മാരേജിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള എഗ്രിമെൻറ്റുകൾ. എഗ്രിമെൻറ്റ് റെസ്ട്രെയിൻറ്റ് ഓഫ് ട്രേഡ്, ബിസിനസ് സ്ഥാപനമായിട്ട് തടസ്സപ്പെടുത്തുന്ന എഗ്രിമെൻറ്റുകൾ. എഗ്രിമെൻറ്റ് റെസ്ട്രെയിൻറ്റ് ഓഫ് ലീഗൽ പ്രൊസീഡിങ്സ്, നിയമസാധ്യത തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള എഗ്രിമെൻറ്റുകൾ. എഗ്രിമെൻറ്റ് ദ മീനിങ് ഇൻ വിച്ച് ഈസ് അൺസർട്ടൈൻ, എഗ്രിമെൻറ്റ് ബൈ വേ ഓഫ് വേജർ. ഇങ്ങനെയുള്ള എഗ്രിമെൻറ്റുകളൊക്കെ വോയിഡാണ് ഓർ ഇല്ലീഗലാണ്. The agreement to satisfy all the conditions for a valid contract must not have been expressly declared void by any law in force in the country. ഒരു എക്സാമ്പിൾ നോക്കാം. A is not willing to marry with B. Law cannot enforce him. താല്പര്യമില്ലെങ്കിൽ കല്യാണം കഴിക്കണമെന്ന് നിർബന്ധമില്ല. നിയമം ഒരിക്കലും ഒരാളെ കമ്പൽ ചെയ്യില്ല. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എഗ്രിമെൻറ്റുകൾ വോയിഡാണ് ഓർ ഇല്ലീഗലാണ്. ഒരാളുടെ മാരേജിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ, ബിസിനസ്സിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ, ലീഗൽ പ്രൊസീഡിങ്സ് നിയമപരമായി ചെയ്യുന്ന കാര്യത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഒരു എഗ്രിമെൻറ്റ് ഫോം ചെയ്താൽ അത് വോയിഡാണ് അല്ലെങ്കിൽ ഇല്ലീഗലാണ്. നിങ്ങൾ ടെസ്റ്റുള്ള ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ നോട്ട് ഡിക്ലെയർ ടു ബി വോയിഡ്. The agreement might not have been expressly declared void by any law in force in the country. In such a case, the agreement cannot be enforced. For example, A agrees to supply liquor to B. Subsequently, Prohibition Act come into force. A ബിക്ക് ലിക്കർ സപ്ലൈ ചെയ്യാൻ തീരുമാനിച്ചു, എഗ്രിമെൻ്റ് ഉണ്ടാക്കി. അതിനുശേഷമാണ് എന്തെന്ന് പ്രൊഹിബിഷൻ ആക്ട് കം ഇൻ ടു ഫോഴ്സ്. ഈ ലിക്കർ സപ്ലൈ നിയമപരമായി ലീഗലല്ല എന്നുള്ള ഇത് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ആ എഗ്രിമെൻറ്റ് വോയിഡായി ഇല്ലീഗലായി മാറി. ദസ് ഓൾ എഗ്രിമെൻറ്റ് ടു സപ്ലൈ ലിക്കർ ബിക്കെയിം വോയിഡ്. Thereafter, we cannot enforce the agreement which is made before the act come into force. The agreement has already become void from the date of the prohibition order come into effect. അതോടുകൂടി ആ എഗ്രിമെൻ്റ് എന്തായി മാറി? വോയിഡായി മാറി. ഇങ്ങനെയുള്ള എഗ്രിമെൻ്റ് നിയമസാധ്യത ഇല്ലാത്തതാണ്. അടുത്ത പോയിൻ്റാണ്, 8ാമത്തെ പോയിൻ്റാണ്. ഇതൊക്കെ സിമ്പിളാണ്. പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്. ഇഫ് ദ ആക്ട് ഈസ് ഇമ്പോസിബിൾ ഇൻ ഇറ്റ് സെൽഫ് ഫിസിക്കലി ഓർ ലീഗലി, ഇഫ് കനോട്ട് ബി എൻഫോഴ്സ്ഡ് അറ്റ് ലോ. ഫോർ എക്സാമ്പിൾ, മിസ്റ്റർ എ agrees with B to discover treasure by magic. Such an agreement is not enforceable. ഇപ്പോൾ നമ്മളൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കുമ്പോൾ അതിന് എത്രത്തോളം പോസിബിലിറ്റി ഉണ്ട് എന്നും കൂടി നോക്കണം. ഇപ്പോൾ എയും ബിയും തമ്മിലൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കുകയാണ്. എന്താണ് എഗ്രിമെൻ്റ്? ട്രഷർ, ഒരു മേജിക്കിലൂടെ ഒരു നിധി കണ്ടെത്തി തരാം എന്നുള്ളതാണ് എഗ്രിമെൻ്റ്. ഇതൊരിക്കലും പെർഫോം ചെയ്യാൻ പറ്റില്ല, പോസിബിലിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ ഇത്തരം എഗ്രിമെൻറ്റുകൾ വാലിഡ് ഇല്ലാത്തതാണ്, നിയമസാധ്യത ഇല്ലാത്തതാണ്.
പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്. എട്ടാമത്തെ പോയിൻ്റാണ്. അതിൻ്റെ കൂടെ തന്നെ വരുന്ന സെർട്ടണിറ്റി ഓഫ് ടേംസ്. നമ്മളൊരു കോൺട്രാക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വളരെ കൃത്യമായിരിക്കണം. ദ ടേംസ് ഓഫ് കോൺട്രാക്റ്റ് ഷുഡ് ബി ക്ലിയർ. ഇൻ അതർ വേർഡ്സ് ദ കോൺട്രാക്റ്റ് മസ്റ്റ് നോട്ട് ബി വാഗ്. അതിലൊരു ക്ലിയർ കട്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടായിരിക്കണം. കോൺട്രാക്റ്റ് വിച്ച് ആർ വാഗ് കാനോട്ട് ബി എൻഫോഴ്സ്ഡ്. ഇങ്ങനെ വ്യക്തതയില്ലെങ്കിൽ അതിന് നിയമസാധ്യത ഉണ്ടായിരിക്കുകയില്ല. ടെസ്റ്റിലേക്ക് വരികയാണെങ്കിൽ സെർട്ടണിറ്റി ആൻഡ് പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്. എട്ടാമത്തെ പോയിൻ്റ്, ദ ടേം ഓഫ് ദ കോൺട്രാക്റ്റ് ഷുഡ് ബി സെർട്ടൈൻ ആൻഡ് പ്രിസൈസ്. ദേ ഷുഡ് നോട്ട് ബി വാഗ് ആൻഡ് ദേ ഷുഡ് നോട്ട് ക്രിയേറ്റ് എനി കൺഫ്യൂഷൻ ഇൻ ദ മൈൻഡ് ഓഫ് ദ പാർട്ടീസ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഈ എഗ്രിമെൻറ്റിൽ ഉണ്ടായിരിക്കരുത്. സിമിലർലി ദ ടേംസ് ഓഫ് എഗ്രിമെൻറ്റ് മസ്റ്റ് ബി കേപ്പബിൾ ഓഫ് പെർഫോമൻസ്. മാത്രമല്ല അത് ചെയ്യാൻ പറ്റണം, പെർഫോം ചെയ്യാൻ പറ്റണം. എഗ്രിമെൻറ്റ് പറഞ്ഞ കാര്യങ്ങൾ ഇമ്പോസിബിളായിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കരുത്. An agreement to do an act which is impossible in itself cannot be enforced. For example, A agrees to sell one of his house. A has 4 houses. Here the term of agreement are uncertain. A ഒരു വീട് വിൽക്കാൻ തീരുമാനിക്കുന്നു, പക്ഷെ ഏത് വീടാണ് എന്നുള്ളത് കൃത്യമായിട്ട് അതിൽ പറഞ്ഞിരിക്കണം. A agrees to pay rupees 1 lakh to B if B bring his son who died last year. A B ആയിട്ട് എഗ്രിമെൻ്റ് ഉണ്ടാക്കുന്നു, 1,00,000 രൂപ തരാം. ബി പറയുന്നു അവരുടെ സണ്ണിനെ തിരിച്ചു കൊണ്ടുതരാം. ബി കഴിഞ്ഞ വർഷം എയുടെ മകൻ കഴിഞ്ഞ വർഷം മരണപ്പെട്ട, അത് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ദിസ് ഈസ് എൻ ഇമ്പോസിബിൾ ആക്ട്. ഇൻ ബോത്ത് ദീസ് കേസസ് എക്സാമ്പിൾസ് ദ എഗ്രിമെൻറ്റ് ഈസ് വോയിഡ്. ഒന്നാമത് എഗ്രിമെൻ്റ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ക്ലിയർ ആയിരിക്കണം, സെർട്ടനിറ്റി ഉണ്ടാകണം. രണ്ടാമത്തത് പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് ആണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.